ജനുവരി 29 അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പള പരിഷ്കരണം നടത്തുമെന്നുള്ളത്. 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടത്തുക എന്ന കേരളത്തിന്റെ രീതി പിന്തുടർന്നുകൊണ്ടുള്ള ഒരു നടപടിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. എന്നാൽ അതിന് ഇനിയും തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നടപടിക്രമങ്ങൾ ബാക്കിയാണ്. ആ നടപടികളാണിപ്പോൾ അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷൻ രൂപീകരണത്തിന്റെ നടപടികൾ അന്തിമഘട്ടത്തിലായിരിക്കുന്നു. അതിന്റെ ചെയർമാനെയും ആ കമ്മീഷൻ അംഗങ്ങളെയും നിശ്ചയിക്കേണ്ടതുണ്ട്. അതിനൊരു രാഷ്ട്രീയ തീരുമാനത്തിൽ കാക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. മുഖ്യമന്ത്രിയുമായും CPM നേതൃത്വവുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും കമ്മീഷന്റെ ഘടന എങ്ങനെ ആയിരിക്കണം, കമ്മീഷന്റെ ചെയർമാനും മറ്റംഗങ്ങളും ആരൊക്കെ ആയിരിക്കണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വരിക. ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത മന്ത്രിസഭാ യോഗം ചേർന്ന് ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കും. 3 മാസത്തിനകം ശമ്പള പരിഷ്കരണ കമ്മീഷൻ തീരുമാനം നടപ്പിലാക്കും എന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. ഇപ്പോഴത്തെ രീതി പോക്കനുസരിച്ച് ഈ സർക്കാരിന്റെ കാലത്ത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഫെബ്രുവരി മാസം കഴിഞ്ഞാൽ ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാം. പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ ശമ്പള പരിഷ്കരണം അടക്കമുള്ള നടപടികൾ നിലയ്ക്കും. അത് നടപടികൾ നടന്നാൽ തന്നെ പ്രഖ്യാപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ കാലത്ത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാനുള്ള സാധ്യത മങ്ങുകയാണ്.